നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോഡൽ ഓക്സിലറിയെ കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നായിരുന്നു. മോഡൽ ഓക്സിലറി 13 എണ്ണമാണുള്ളത്. വില്ല്, വുഡ്, ക്യാൻ, കുഡ്, ഷോൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഡയർ, നീഡ്, ഔട്ട്, യൂസ്ഡ് ടു ആണ് മോഡൽ ഓക്സിലറീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിലെ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കാം. ഒന്നുമില്ല, ജസ്റ്റ് ആ മോഡൽ ഓക്സിലറിയുടെ പേര്, കുറച്ച് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ നോക്കാം. ഒന്നാമത്തത് വില്ലാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് മൊഡ്യൂൾ 19. 19ാമത്തെ മൊഡ്യൂളാണ്. വില്ല് എന്നുള്ളതാണ് നമ്മുടെ യൂസേജ്. വില്ലെന്ന് പറഞ്ഞാൽ ചെയ്യും എന്നുള്ളതാണ് അർത്ഥം. ഇപ്പോൾ സമയം 10 മണിയായി എന്ന് വിചാരിക്കുക. 10 മണിക്ക് ശേഷം 10:01 മുതൽ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വില്ല് വെച്ചിട്ട് പറയാൻ പറ്റും. ഞാൻ പോകും, ഞാൻ പഠിക്കും, ഞാൻ സംസാരിക്കും, ഞാൻ എഴുതും. ഒന്നുമില്ല, ഒരു സബ്ജക്റ്റ്, ഒരു വില്ല്, പിന്നെ എന്താണോ ആ ഒരു വെർബ് എന്നുള്ളത് പറയാം, അല്ലെങ്കിൽ എന്താണോ ആക്ഷൻ വേർഡ് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ. ഞാൻ പോകും എന്ന് പറയും, ഐ വിൽ ഗോ. സിമ്പിൾ അല്ലേ? ഞാൻ പോകും. പറയുമ്പോൾ വില്ലാണ്. ഓക്കെ, ഐ വിൽ ഗോ, ഞാൻ പോകും. നീ വരും എന്ന് പറയാം. നീ വരും എന്ന് പറയുമ്പോൾ യു വിൽ കം. നീ വരും, യു വിൽ കം. ഓക്കെ, അവർ പഠിക്കും എന്നാണെങ്കിലോ ദേ വിൽ സ്റ്റഡി. ഓക്കെ, ഞങ്ങൾ വായിക്കും, വി വിൽ റീഡ്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഒരു സബ്ജക്റ്റ് ആഡ് ചെയ്യുന്നു, വിൽ ആഡ് ചെയ്യുന്നു, ഒരു വെർബ് ആഡ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഹി വിൽ റൈറ്റ്, അവൻ എഴുതും. ഹി വിൽ റൈറ്റ്, അവൻ എഴുതും. ഓക്കെ, ഇനി അവൾ എഴുതുന്നതാണെങ്കിലോ ഷീ വിൽ റൈറ്റ്. അവർ എഴുതുന്നതാണെങ്കിലോ ദേ വിൽ റൈറ്റ്. ഓക്കെ, ഞാൻ എഴുതുന്നതാണെങ്കിൽ ഐ വിൽ റൈറ്റ്. അവൾ കഴിക്കും, ഷീ വിൽ ഈറ്റ്. അവൾ കഴിക്കും, ഷീ വിൽ ഈറ്റ്. ഓക്കെ, ഇനി ഞാൻ കഴിക്കുന്നതാണെങ്കിൽ ഐ വിൽ ഈറ്റ്. നീ കഴിക്കുന്നതാണെങ്കിൽ യു വിൽ ഈറ്റ്. അവർ കഴിക്കുന്നതാണെങ്കിൽ ദേ വിൽ ഈറ്റ്. എല്ലാവരും കഴിക്കുന്നതാണെങ്കിൽ എവരിബഡി വിൽ ഈറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ചോദ്യം ക്രിയേറ്റ് ചെയ്യട്ടെ. ചോദ്യം ക്രിയേറ്റ് ചെയ്ത് എന്ത് ചെയ്താൽ മതി? നമ്മളെ വില്ലെടുത്തിട്ട് ആദ്യം എഴുതിക്കണ ചോദ്യമാണ്. നീ വരുമോ? വിൽ യു കം? നീ കഴിക്കുമോ? വിൽ യു ഈറ്റ്? അവർ കഴിക്കുമോ? വിൽ ദേ ഈറ്റ്? ഇവൾ കഴിക്കുമോ? വിൽ ഷീ ഈറ്റ്? ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ കുറച്ചും കൂടി എക്സാമ്പിൾ നോക്കാം. എവരിബഡി വിൽ ഡ്രിങ്ക്, എല്ലാവരും കുടിക്കും. ഞാൻ കുടിക്കും, ഐ വിൽ ഡ്രിങ്ക്. നീ കുടിക്കും, യു വിൽ ഡ്രിങ്ക്. അവർ കുടിക്കും, ദേ വിൽ ഡ്രിങ്ക്. ഞങ്ങൾ കുടിക്കും, വി വിൽ ഡ്രിങ്ക്. ഇതൊക്കെ പറയാം. ഓക്കെ, അവൾ കുടിക്കുമോ? വിൽ ഷീ ഡ്രിങ്ക്. അവൻ കുടിക്കുമോ? വിൽ ഹി ഡ്രിങ്ക്. അവർ കുടിക്കുമോ? വിൽ ദേ ഡ്രിങ്ക്. എല്ലാവരും കുടിക്കുമോ? വിൽ എവരിബഡി ഡ്രിങ്ക്. സിമ്പിൾ അല്ലേ? ചോദ്യം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വില്ല് എടുത്തിട്ട് ആദ്യം എഴുതാം. ഐ വിൽ വാക്ക്, ഞാൻ നടക്കും. ഞാൻ നടക്കുമോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, ഞാൻ നടക്കുമോ? വിൽ ഐ വാക്ക്, നീ നടക്കുമോ? വിൽ യു വാക്ക്. അവൻ നടക്കുമോ? വിൽ ഹി വാക്ക്. അവൾ നടക്കുമോ? വിൽ ഷീ വാക്ക്. അവർ നടക്കുമോ? വിൽ ദേ വാക്ക്. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരുപാട് നമ്മൾ ആലോചിച്ചിട്ട് തല പുകയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, ആലോചിച്ച് തല പുകയ്ക്കുക എന്നുള്ളതിനൊരു വേർഡ് ഉണ്ട്. വേർഡല്ല, ഒരു സെൻറ്റൻസ് ഉണ്ട്. ഡോണ്ട് ടാക്സ് യുവർ ബ്രെയിൻ എന്ന് പറയും. ആലോചിച്ച് തല പുകയ്ക്കേണ്ട. ഓക്കെ, അപ്പോൾ യു വിൽ റൺ, നീ ഓടും. നീ ഓടുമോ? വിൽ യു റൺ. അവനോടും, ഹി വിൽ റൺ. അവനോടുമോ? വിൽ ഹി റൺ. ഓക്കെ, വേറെ എക്സാമ്പിൾ. ദേ വിൽ ജംപ്, അവർ ചാടും. അവർ ചാടുമോ? വിൽ ദേ ജംപ്. ഓക്കെ, അവൾ ചാടും, ഷീ വിൽ ജംപ്. അവൾ ചാടുമോ? വിൽ ഷീ ജംപ്. അവൻ ചാടും, ഹി വിൽ ജംപ്. അവൻ ചാടുമോ? വിൽ ഹി ജംപ്. ഓക്കെ, വി വിൽ കുക്ക്, ഞങ്ങൾ പാചകം ചെയ്യും. ഞങ്ങൾ പാചകം ചെയ്യുമോ? ഞങ്ങളോട് തന്നെ ചോദിക്കണം, ഞങ്ങൾ പാചകം ചെയ്യുമോ? വിൽ വി കുക്ക്. നീ പാചകം ചെയ്യുമോ? വിൽ യു കുക്ക്. ഓക്കെ, അവർ പാചകം ചെയ്യുമോ? വിൽ ദേ കുക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഹി വിൽ ക്ലീൻ, അവൻ ക്ലീൻ ചെയ്യും. അവൻ ക്ലീൻ ചെയ്യും. അവൻ ക്ലീൻ ചെയ്യുമോ? ചോദ്യമാണെങ്കിൽ എങ്ങനെ ചോദിക്കും? വില്ലെടുത്ത് ആദ്യം എഴുതുന്നു, വിൽ ഹി ക്ലീൻ. ഷീ വിൽ തിങ്ക്, അവൾ ആലോചിക്കും. അവൾ ആലോചിക്കുമോ? വിൽ ഷീ തിങ്ക്. മനസ്സിലായല്ലോ? സെൻറ്റൻസ് ആണെങ്കിൽ വിൽ ഇവിടെ വരും. ക്വസ്റ്റ്യൻ ആണെങ്കിൽ വിൽ ആദ്യം വരും, അതിനുശേഷം സബ്ജക്റ്റ് വരും. ഞാൻ ഡ്രൈവ് ചെയ്യും, ഐ വിൽ ഡ്രൈവ്. ഓക്കെ, അവർ വാങ്ങും, ദേ വിൽ ബൈ. അവർ വാങ്ങും, ദേ വിൽ ബൈ. ഓക്കെ, അത് സമയമെടുക്കും. അത് സമയമെടുക്കും കേട്ടോ. അത് സമയമെടുക്കും എന്ന് പറയുമ്പോൾ എന്താ പറയുക? ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് സമയമെടുക്കും, ഇറ്റ് വിൽ ടേക്ക് ടൈം. എല്ലാവരും കയറും, എവരിബഡി വിൽ ക്ലൈംബ്. എവരിബഡി വിൽ ക്ലൈംബ്. ഓക്കെ, എല്ലാവരും കയറുമോ? വിൽ എവരിബഡി ക്ലൈംബ്. ഓക്സിലറി എടുത്ത് ആദ്യം എഴുതും. ഇതൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു കേട്ടോ. ഞങ്ങൾ കളിക്കും, അല്ലെങ്കിൽ നമ്മൾ കളിക്കും, വി വിൽ പ്ലേ. ഓക്കെ, നമ്മൾ കളിക്കുമോ? വിൽ വി പ്ലേ. അവൻ കളിക്കുമോ? വിൽ ഹി പ്ലേ. സച്ചിൻ കളിക്കുമോ? വിൽ സച്ചിൻ പ്ലേ. ഓക്കെ, ക്ലിയർ? ഐ വിൽ സ്വീപ്പ്, ഞാൻ അടിച്ചു വരും, ഞാൻ ക്ലീൻ ചെയ്യും. ഐ വിൽ സ്വീപ്പ്. നീ അടിച്ചു വരുമോ? അടിച്ചു വരുമോ? വിൽ യു സ്ലീപ്പ്. വിൽ യു സ്ലീപ്പ് അല്ല കേട്ടോ, വിൽ യു സ്വീപ്പാണ്. സ്ലീപ്പ് എന്ന് വെച്ചാൽ ഉറങ്ങുകയാണ്. ഓക്കെ, അത് അടുത്ത എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എവരിബഡി വിൽ സ്ലീപ്പ്, എല്ലാവരും ഉറങ്ങും. നീ ഉറങ്ങും, യു വിൽ സ്ലീപ്പ്. ഞാൻ ഉറങ്ങും, ഐ വിൽ സ്ലീപ്പ്. അവൻ ഉറങ്ങും, ഹി വിൽ സ്ലീപ്പ്. അവൾ ഉറങ്ങും, ഷീ വിൽ സ്ലീപ്പ്. എല്ലാവരും ഉറങ്ങും, എവരിബഡി വിൽ സ്ലീപ്പ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വില്ലിൻ്റെ അർത്ഥം വരുന്നത്. ചെയ്യും എന്നാണ് അർത്ഥം വരുന്നത്. ഞാൻ പഠിക്കും, ഐ വിൽ സ്റ്റഡി. നീ പഠിക്കും, യു വിൽ സ്റ്റഡി. അവരെഴുതും, ദേ വിൽ റൈറ്റ്. ഇങ്ങനെ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് വില്ല് പറയാവുന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത മോഡൽ ഓക്സിലറി, രണ്ടാമത്തെ മോഡൽ ഓക്സിലറി വുഡാണ് പഠിക്കുന്നത്. വുഡ് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് മനസ്സിലായെന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.